ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒന്ന് ചെങ്ങന്നൂർ വരെ പോവാണ്. ചെങ്ങന്നൂർ പാസ്പോർട്ട് ഓഫീസിൽ. പക്ഷേ അമ്മായിനെ പിക്ക് ചെയ്യണം. അമ്മയും ഞാനും കൂടിയാണ് പോകുന്നത്. പക്ഷേ നമ്മൾ അവിടെ ചെന്നിട്ട് രണ്ട് വഴിക്കാണ്. സോ എന്തായാലും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോ ഫുള്ള് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. മേക്കപ്പ് കുറച്ച് കൂടുതലാണോ ചേട്ടാ? അല്ലല്ല. വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അമ്മായി ഓൾറെഡി റോഡിൽ തന്നെ ഇറങ്ങി നിൽക്കുമായിരുന്നു നമ്മളെ നോക്കി. പിന്നെ അമ്മൂമ്മയും നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ അപ്പം തന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മുടെ പാസ്പോർട്ട് ഓഫീസ്. ശരിക്കും ഇത് ചെങ്ങന്നൂർ പോസ്റ്റ് ഓഫീസിനകത്തുള്ള ചെറിയൊരു മുറി മാത്രമാണ്. നമ്മൾ പാസ്പോർട്ട് ഓഫീസിലെത്തി. പക്ഷെ ഭയങ്കര തിരക്കുറവാണ്. അമ്മായി ഇത് മറ്റേ ആലപ്പുഴയിലുള്ളതിൻ്റെ ചെറിയൊരു ബ്രാഞ്ചാണ്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഇവിടെ വന്നിട്ടാണ് എല്ലാം ചെയ്യുക. കാരണം നമുക്ക് ആലപ്പുഴ വരെ പോകേണ്ട തിരക്കും സമയവും ഇല്ലെങ്കിൽ നമുക്ക് ചെങ്ങന്നൂർ വന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അവിടുത്തെ അമ്മേൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ടല്ലോ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ വെറുതെ പോസ്റ്റായിട്ട് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ അമ്മേൻ്റെ കൈയൊന്നും പതിയുന്നില്ലായിരുന്നു. എനിക്ക് ചിരി വന്നിട്ട് വയ്യ, പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണമല്ലോ. അമ്മായി കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ അമ്മേൻ്റെ വിരൽ മാത്രം അങ്ങോട്ട് പതിയുന്നില്ല. എന്നിട്ട് അമ്മായിക്കും ചിരി വരുന്നുണ്ട്. പിന്നെ അവസാനം എല്ലാ വിരളൊക്കെ പതിഞ്ഞു. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഗൈസ്. നമുക്കിനിയിപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിൽ വരുമെന്ന് തോന്നുന്നു. രാജിത് ഇറങ്ങി മാമനെ വിളിക്കുന്നതുകൊണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് കൂടെ വീട്ടിൽ പോകും. കാരണം ഒന്നും കഴിക്കാനുണ്ട്. രാവിലെ ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങിയേക്കുന്നത്. അതെ, ഞാനും അമ്മായും കറക്റ്റ് ഫുഡ് കഴിക്കാനായിട്ട് എത്തിയ സ്പോട്ട് മാമ്പഴമായിരുന്നേ. അപ്പോൾ നമ്മളിത് മാമ്പഴത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് പിന്നെ ഇപ്പോൾ സമയം ഏകദേശം 11:30 അത് കാരണം പിന്നെ ബിരിയാണി കഴിക്കാൻ നേരത്തെ. കാരണം ബിരിയാണി നമ്മുടെ ഒരു വികാരമാണ്. സോ പാട്ടൊക്കെ ഇട്ടുണ്ട് അവർ. ഞാൻ അപ്പോൾ അമ്മായി പൊറോട്ട കഴിക്കുന്നത്. പക്ഷെ അമ്മായിക്ക് പൊറോട്ട മതി. എനിക്ക് പക്ഷേ ബിരിയാണി ഇട്ടൊരു കളിയില്ല. സോ അമ്മായി ഉണ്ട്. അമ്മായിക്ക് നാണാ. ഓക്കെ, അതെ, നമ്മുടെ ബിരിയാണിയും പൊറോട്ടയും മീൻകറിയും കൂടാണ്. അമ്മായി പറയുന്നത് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഇവരുടെ മീൻകറിയാണെന്ന്. അങ്ങനെ അമ്മായി മീൻകറിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ധ്രുവി നമ്മളോട് പിണങ്ങിയിരിക്കുകയാണ് ഗായ്സ്. ധ്രുവിനെ കൊണ്ടുപോയില്ലെന്നാണ് പറയുന്നത്. എന്താണ് ധ്രുവിക്ക് പറയാനുള്ളത്? എന്ത് മിണ്ടാത്ത കാര്യം? എന്ത് ഏകദേശം 9 കോടി വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വിചിത്രമായ ഒരു പാമ്പ്. നാണം വരുന്നുണ്ട് കേട്ടോ, നാണം വരുന്നു. നീ ഇവിടെ നമ്മൾ വീട്ടിൽ വന്നു ഗായ്സ്. ഇനിയിപ്പം നമ്മൾ മൈലാഞ്ചി ഇടാൻ പോവുകയാണ്. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോന്നെ? നമ്മൾ എന്താ ചെയ്യാൻ പോന്നെ? പറ. നമ്മൾ എന്താ ചെയ്യാൻ പോന്നെന്ന് പറയ്. നമ്മൾ മൈലാഞ്ചി ഇടാൻ പോണേ. എന്താ ചെയ്യാൻ പോന്നെ? യെസ് ഗായ്സ്, നമ്മൾ മൈലാഞ്ചി ഇങ്ങനെ ഒരു ഓളിട്ടിട്ട് അത് കെട്ടി വെച്ച് ആ വെള്ളം ഒരു മണ്ടും വെച്ച് ഒരു ഓളുണ്ടാക്കിട്ട് അതിനോട് കുറെ വെള്ളം നിറച്ചു വെച്ച് അത് രാവിലെ എണീച്ചോ പറ്റിപ്പോ. അപ്പോലെ അത് ക്ലേ ആയി. അതെയോ? ധ്രുവി സ്വന്തമായിട്ട് ക്ലേ ഉണ്ടാക്കിയിരിക്കുകയാണ്. ധ്രുവി ഭയങ്കര ക്രിയേറ്റീവ് അല്ലേ? ധ്രുവി ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പീസുകൾ, പേപ്പർ പീസ് അല്ലെങ്കിൽ കാറിൻ്റെ ഒക്കെ മോട്ടർ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത സാധനമൊക്കെ ധ്രുവി ഉണ്ടാക്കിക്കൊണ്ടുവരും. ധ്രുവി ഉണ്ടാക്കി എന്തെങ്കിലും ഇരിപ്പുണ്ടോ? സാറ്റലൈറ്റ്. പ്ലേറ്റ് ഇല്ലേ, ആ പ്ലേറ്റിന്റെ ഉള്ളിൽ ഒരു ഇങ്ങനെ കമ്പി ഒരു സാധനം ഇങ്ങനെ വളഞ്ഞിരിക്കത്തില്ല, അതുണ്ടാക്കിയാ? എനിക്ക് ഈ പ്രായത്തിൽ സാറ്റലൈറ്റ് വിട്ട് എന്ത് തേങ്ങയാന്ന് പോലും അറിയത്തില്ലായിരുന്നു. സാറ്റലൈറ്റ് എന്നെങ്കിലും പറഞ്ഞല്ലോ. സാറ്റലൈറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സാധനം ധ്രുവി ഓരോ സാധനം കൊണ്ട് ഓരോ നിമിഷം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. അത് കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കല്ലേന്ന് അറിയുന്നത്. ഇതാണ് ധ്രുവിൻ്റെ ആഭരണപ്പെട്ടി. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ധ്രുവിൻ്റെ ആഭരണപ്പെട്ടി. മറ്റേ മണിച്ചിത്രത്താഴിനകത്ത് ഇത് പാലക്കാമാല ഇതിനകത്തില്ലേ സാധനം? വേറെ ആഭരണപ്പെട്ടി ഉണ്ടെന്നാണ് ധ്രുവി പറയുന്നത്. ധ്രുവിൻ്റെ ആഭരണപ്പെട്ടി തിരക്കി. നമുക്ക് ആഭരണപ്പെട്ടി. ഇതെന്തോ നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ? റോബോട്ടാണോ?
ഇത് എന്റെ കാലി. ഇത് രണ്ടും എന്തുവാ? അതെന്താ രണ്ട് കാലിന് വെടി വെക്കുന്ന കൈ. ഇത് ആർമി ഫയർ. ഓ, ഇത് റോബോട്ടിൻ്റെ വെടിവെക്കുന്ന കൈ. ക്രിയേറ്റീവ് തോട്ട്സ് മാത്രമേ അവൻ ചെയ്യാറുള്ളൂ. ഓക്കെ, ഗുഡ്. ഫുൾ എപ്പോൾ ഉണ്ടാക്കി കഴിയും? നാളെ വല്ലതും ഉണ്ടാക്കി കഴിയത്തുള്ളോ? ഇത് ഫുള്ള് ധ്രുവീൻ്റെ പണിയായുധങ്ങളാണ്. അതിൻ്റെ തലയാണോ അത്? ഓ, ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് ധ്രുവി ഉപയോഗിക്കുന്ന ടൂളാണ് നഖം വെട്ടി. എൻ്റെ സ്വത്ത് മണി തന്നെ. ഇതാണ് ധ്രുവീൻ്റെ പണിശാല. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് മൈലാഞ്ചി ഇടാം. രാജിക്ക് മൈലാഞ്ചി ഇടാൻ അറിയാവോ? യദുവിനറിയും. നാണം വരുന്നു. അല്ലാത്തപ്പോൾ വാ അടച്ചൊക്കാത്ത ടീമൊക്കെ ഇപ്പോൾ വാ പോലും തുറക്കുന്നില്ല. ഈ പേടി എന്നും ഉണ്ടായിരിക്കും, നല്ലതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പം നമുക്ക് മൈലാഞ്ചി ഇടാം. ഞാനാണ് മൈലാഞ്ചി ഇടാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടോണം. നേരെ യദുവിൻ്റെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ യദുവിൻ്റെ കുറേ പഠിക്കുന്ന സാധനങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. യദു ഇവിടെ നിന്നാണ് പഠിക്കുന്നതെന്ന് പറയുന്നത്, പക്ഷെ അവനെ മാത്രമേ അറിയുന്നുള്ളൂ. പഠിക്കുന്നുണ്ട്. ആ, പഠിക്കുന്നൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് മൈലാഞ്ചി ഇടാം. ഓക്കെ, നമ്മൾ മൈലാഞ്ചി ഇടാൻ പോകണം. എനിക്കറിയത്തില്ല, പക്ഷെ ഞാനൊക്കെ പഠിക്കുന്നത്. പേടിയുണ്ടോ? പേടിയില്ല. കൈ നോക്കുന്നവരൊക്കെ ഇരിക്കുന്നത്. മൈലാഞ്ചി കിട്ടിയിട്ടുണ്ട്. യദു വരച്ചതാ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. ഇപ്പുറത്ത് തെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷെ ഇത് കറക്റ്റ്. നറൂട്ടോ അല്ലേ? നറൂട്ടോ അല്ലേ? നറൂട്ടോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണേ. രസമുണ്ടല്ലേ? ഇതൊരു ഗായകനല്ല, കലാകാരൻ തന്നെ. കക്കാശി എന്ന് വെച്ചാൽ എന്താ? നല്ല രസമുണ്ട്. ഞാൻ ഈ ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെ എനിക്കറിയത്തില്ല. ആ പിടിച്ചിരിക്കാതെ പിടിച്ചിരിക്കുമല്ലയോ? മോൻ തന്നെ പറയത്തേ ഇല്ല. ഇപ്പൊ പൊട്ടുന്ന രീതിയില് ഡിസൈൻ കംപ്ലീറ്റ്. എന്താ ഇപ്പൊ അമ്മ ഡാൻസ് കഴിഞ്ഞാൽ ഇല്ല, നോർമലി മതിയായിരുന്നു. ഇതെൻ്റെ അമ്മ ആയതുകൊണ്ടും ഇവർ ഞാൻ എന്ത് ചരിത്രം ചെയ്താലും ഇരുന്ന് തരും എന്നുള്ളതുകൊണ്ടും ആ കോൺഫിഡൻസിലാണ് ഞാൻ ഇവരോട് പിടിച്ചിരുത്തിയത്. നമുക്കൊരു ഫ്രീഡം എന്ന് പറഞ്ഞ സാധനമില്ലേ, അതുള്ളതുകൊണ്ട്. വാവ്, ലുക്ക് അറ്റ് ദിസ്. ഇത് മതിയായിരുന്നു. പിന്നെ വൃത്തിയുണ്ട് അല്ലേ? എൻ്റെ സ്കില്ലൊന്ന് ഞാൻ പുറത്തെടുക്കാൻ നോക്കിയതാണ്. എനിക്ക് ഞാൻ ഹാർട്ട് വെച്ച ഹാർട്ട് അടിച്ച് വരത്തില്ല. ഇനി എൻ്റെ സെയിം ഡിസൈൻ ഇതാകുമ്പോൾ ഈസിയാണ്. ഓക്കെ, അമ്മായിൻ്റെ കമ്മൽ നമ്മളെല്ലാം നമ്മളിങ്ങനെ ഈ വെറൈറ്റി കമ്മലൊക്കെ തപ്പി ഓരോ കടയിൽ പോകുമ്പോൾ നമ്മൾ എന്തായാലും പറയും ഇതെന്തായാലും അമ്മായിൻ്റെ കാണുമായിരിക്കും. കാരണം അമ്മായിക്ക് അതേമാതിരി കമ്മലുണ്ട്. അമ്മായി വേറെ കമ്മലൊന്നും എടുത്തില്ല, അപ്പോൾ ജിമുക്ക ഏതൊക്കെ ടൈപ്പ് ജിമുക്ക വേണം അതെല്ലാം അമ്മായിൻ്റെ ഉണ്ട്. വെറൈറ്റി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അമ്മായിൻ്റെ ജിമുക്ക സിംഹൊന്നും എന്താ ലോങ്ങാണ് വരച്ചത്. നമ്മളിനി അടുത്തത് യദുവിന് ഓം വരച്ചു കൊടുക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഈ കയ്യിൽ അമ്മായി എനിക്കൊരു വട്ടം ഇട്ട് തരണം. അല്ല, അമ്മായി എങ്ങനെ വട്ടം ഇടുന്നു? യദു വരെ ഇട്ട് തരുന്നു. വേണ്ട, ഓം വരങ്ങി. നമ്മളിങ്ങനെ ഏതോ ഒരു ഓം വരച്ചു കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനെയൊന്നല്ല, കുറച്ച് തള്ളിയതാ. ബട്ട് നല്ല ഓമ ടാറ്റു അടിച്ച പോലെ ഉണ്ട് അല്ലേ? ഇങ്ങനെയല്ലേ ഓം ഇരിക്കുക? ഇങ്ങനെയല്ലേ ഓം ഇരിക്കുന്നത്? ഇത് പോയി ധ്രുവിനെ കാണിച്ചിട്ടാ, അപ്പൊ അവൻ എഴുന്നേറ്റ് ഓടിവാ. യദുവിൻ്റെ കൈ നോക്കിക്കേ, ടാറ്റു അടിച്ച്. എങ്ങനെയുണ്ട്? എനിക്കും വേണോ? കൊള്ളാവോ? അടിക്കണാ? എന്നിട്ട് കൈ അടിച്ചേ.
അലമ്പാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നല്ല കിടലൻ. ഓ ധ്രുവിക്ക് വേണോ? അതിന്റെ കമ്മല് വന്നു. ഓ യദുവിന്റെ കമ്മല് പോലെ തന്നെയാണ് നമ്മൾ വരച്ചു കൊടുത്തത്. ഗായ്സ് നമ്മളങ്ങനെ എന്തെടുക്കാൻ പോവാ? ഇങ്ങോട്ട് നീങ്ങി, എന്നെ കാണുന്നില്ല. പറയ്. ടാറ്റു അറിയാം. ഓ മൈലാഞ്ചി അറിയാം കേട്ടോ. ഞങ്ങൾക്ക് മൈലാഞ്ചി എന്നൊക്കെ അറിയാമേ. പേടിയുണ്ടോ? തീയാണോ ആദ്യം വരയ്ക്കണ്ടേ? സ്കൂളിൽ വഴക്ക് പറയുവോ? അങ്ങനെയാണെങ്കിൽ എന്റെ യെസ് ഗായ്സ് നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ഇല്ല. ചൊറിയൊന്നുമില്ല. അങ്ങോട്ടേക്ക് കാണിച്ചു. കൊള്ളാവോ? നല്ല രസമുണ്ട്. ഇഷ്ടപ്പെട്ടോ? നമ്മൾ കാണിക്കും. നമ്മുടെ ഇത് കാണിച്ചേ. ബൈ ബൈ. എടാ രാജിനെ ക്യാമറയിൽ കാണിക്കും. എന്റെ കൈക്ക് പറ്റി കഴിഞ്ഞാൽ രാജയാണ് ഉത്തരവാദി. അതെ. നമ്മൾ സൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളപ്പോ മൈലാഞ്ചി ഏകദേശം ഇട്ട് കഴിഞ്ഞു. കൊള്ളാല്ലേ? ഇപ്പൊ ഒരു ഡാൻസിന് വന്നു. പക്ഷെ ഡാൻസിന് അറിയോ? എന്നാ നമുക്ക് അടുത്ത വ്ലോഗ് രാജിന്റെ ഡാൻസ്. അമ്മനെ കേട്ട് ജയിലിൽ രാജിനെ ഫോക്കസ് ചെയ്ത് നല്ല വൃത്തിയുള്ള കൈ മാത്രം കാണിക്കണേ. അയ്യോ താടിക്ക് പറ്റിയോ? താടിക്കായ പോലെ ഇല്ല. ഓക്കെ ഗൈസ്, നമ്മൾ നല്ല കിടിലൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഏത് കൈ കാണിച്ചേ? ഏതൊരു ടാറ്റു ആണ് വന്നിരിക്കുന്നത്. ടാറ്റു നമ്മളങ്ങനെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സെറ്റായി. ടാറ്റൊക്കെ അടിച്ചു, മൈലാഞ്ചി കിട്ടു. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ധ്രുവിക്ക് ഇട്ട് കൊടുത്തായിരുന്നു, അമ്മായിക്ക് ഇട്ട് കൊടുത്തു. പക്ഷെ അവരൊക്കെ പോയി. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഫുൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.